എൻ്റെ പേര് ജാനകി പവിത്രൻ. ഞാൻ കോഴിക്കോട് കോട്ടൂളിയിൽ നിന്ന് വരുന്നു. ഈ കിറ്റിലുള്ള സാധനങ്ങൾ പഞ്ചസാര, കോക്കനട്ട് പൗഡർ, നെയ്യ്, ശർക്കര, അവിൽ, അണ്ടി, മുന്തിരി, ഏലക്ക, നെയ്യ്. ആദ്യം പഴം ചെറുതായി അരിഞ്ഞു വയ്ക്കാം. ശർക്കരപ്പാനി തയ്യാറാക്കാൻ വെള്ളം ഒഴിക്കുന്നു. ശർക്കര ഒന്നൊഴിക്കാൻ വേണ്ടി ഇതിലേക്ക് ഇടുന്നുണ്ട്. ഈ ശർക്കര ഇത്തിരി ഞാൻ അരിഞ്ഞതും കൂടി ഇങ്ങോട്ട് കൂട്ടിയിട്ടത് അത് ഒരുക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി അരിഞ്ഞ് വെച്ചത്. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അവിൽ റോസ്റ്റ് ചെയ്യാൻ പോവുക. അവിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അവിൽ റോസ്റ്റായി കഴിഞ്ഞിട്ടുണ്ട്, അത് മാറ്റി വയ്ക്കാം. ശർക്കരപ്പാനി ഒഴിക്കാൻ പോകണേ. തേങ്ങാപ്പാൽ അരിച്ചൊഴിക്കാൻ പോവുകയാണ്. തേങ്ങാപ്പാൽ ശർക്കരപ്പാനി ഒന്ന് കുറുകിയതിന് ശേഷം അവിലിട്ട് കൊടുക്കാം. റോസ്റ്റ് ചെയ്ത അവിൽ ഇതിലേക്ക് ഇടുകയാണ്. ഒരു പാൻ അടുപ്പിൽ വെച്ച് നെയ്യൊഴിച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി വറുത്ത് കോരി മാറ്റി വയ്ക്കാം. പഴം അരിഞ്ഞു വെച്ചത് നെയ്യിൽ വഴറ്റാൻ പോവുകയാണ്. നെയ്യ് ഒഴിച്ചിട്ട് പഴം ഈ നെയ്യിൽ വാട്ടാൻ പോവാം. ഇവിടെ ഏതാണ്ട് ലാസ്റ്റ് സ്റ്റേജിലാണ് തോന്നുന്നത്. നമുക്ക് അധികം സമയമില്ല, കഴിഞ്ഞു. ഈ ഏലക്കാപ്പൊടി, പഴം വഴറ്റിയത്, പഴം നെയ്യ് ഒഴിച്ചിട്ട് അതിൽ വഴറ്റി വെച്ചതാണ്. അത് പായസം ഇറക്കിയതിന് ശേഷം അതിലിട്ട് ഇളക്കി കൊടുക്കണം. കുറച്ച് അവിൽ റോസ്റ്റ് ചെയ്ത് മേലിട്ട്. ശർക്കരയാണ് യൂസ് ചെയ്തിരിക്കുന്നത്? ശർക്കരയും തേങ്ങാപ്പാലും. പഞ്ചസാര യൂസ് ചെയ്തില്ല? ഓക്കെ. മറ്റേ പാലും ഇല്ല? ഇല്ല. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം പഴം വഴറ്റിയത് ഇതിൽ ചേർത്തി പായസം റെഡിയായി. ഒരു സെർവ് ചെയ്യാൻ ഒരു ഉരുളിയിലേക്ക് ഒഴിക്കുക. അണ്ടി, മുന്തിരി, അവിൽ വറുത്തത് ചേർത്തി പായസം റെഡിയായി.